അടക്കം പേരുള്ള എപ്സ്റ്റൈൻ ഫയൽസ് US ഗവൺമെന്റിന്റെ വെബ്സൈറ്റ് വഴി പുറത്തേക്ക് വിടണമെങ്കിൽ അതിന്റെ ബാക്കിൽ വേറെ എന്തോ കളിയാണ്. നിങ്ങൾ വിചാരിക്കും ഈ എല്ലാ പ്രമുഖരായ ആൾക്കാരുടെയും പേര് വരുന്ന ഇന്ന് എല്ലാവരും മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഡാറ്റ അല്ലെങ്കിൽ ഈ ഒരു സീക്രട്സ്, കോൺസ്പിറസി, ഇതെല്ലാം വെൽ പ്ലാൻഡ് ആണ്. കാരണം ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന കുറെ ചിന്തകൾ, നിങ്ങളുടെ മനസ്സ് പോകുന്ന രീതികൾ, നമ്മളുടെ ടോപ്പിലിരിക്കുന്ന ആൾക്കാർ ഇത്രയും വൃത്തിഹീനമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ചെറിയ ചെറിയ തെറ്റുകളായിക്കൂടാ എന്ന് പറയുന്ന ഒരു ചിന്ത, അത് നിങ്ങളിലെ ആ ക്രിമിനലിനെ ഓട്ടോമാറ്റിക്കലി ലൈസൻസ് കൊടുക്കുന്ന പോലെയോ മറ്റുള്ളവർക്ക് ഈ ന്യൂസുകളെല്ലാം ഭയങ്കര ത്രെറ്റ് ആയിരിക്കും. ഈ ഭൂമിയിൽ ജീവിക്കാൻ പേടിയായി തുടങ്ങും. ഇതെല്ലാം നിങ്ങളെ ഒരു സർവൈവൽ മോഡിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇത് എന്തോ ഒരു വലിയ ഗെയിമിന്റെ ഒരു ചെറിയ എക്സിക്യൂഷൻ പ്ലാൻ ആണ്. ഇവിടെ നിങ്ങൾ റീസെന്റ് ഒരുപാട് കേൾക്കുന്നുണ്ടായിരിക്കും കോവിഡ് അടക്കമുള്ള പലതും പ്ലാൻഡ് ആക്ടിവിറ്റി ആയിരുന്നു എന്നുള്ളത്. അങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും അതിലേക്കൊക്കെ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന അതിശക്തരായ ഒരുപാട് ആൾക്കാരുണ്ടെന്ന് മനസ്സിലാക്കുക. പക്ഷേ ഇതിലൊന്നും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈൻ പവറുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങളുടെ ആ സ്വന്തം ആ ഡിവിനിറ്റിനെ, ആ സ്പിരിച്വാലിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. പക്ഷേ അത് ചെയ്യാതെ നിങ്ങൾ ഈ എൻറ്റയർലി ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ഈ ഫുഡ് ചെയിൻ, ഫുഡ് സിസ്റ്റംസ്, അതുപോലുള്ള പല പല സിസ്റ്റംസ് നമ്മളുടെ മേലെ ഇമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് നല്ലതല്ല. അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓരോ തീരുമാനങ്ങളും ആലോചിച്ചെടുക്കുക.